ഡിയർ സ്റ്റുഡൻസ്, ഹ്യൂമൻ ഫിസിയോളജിയിൽ നമുക്ക് ഇനിയും പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന ചാപ്റ്ററാണ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് ഹോർമോൺസ്. എൻഡോക്രൈൻ ഗ്രന്ഥികളെക്കുറിച്ചും അവയുടെ സെക്രീഷനായ ഹോർമോണുകളെക്കുറിച്ചുമാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിരുന്ന കാര്യം ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനായിരുന്നു. നമ്മുടെ ബോഡിയിലുള്ള എല്ലാ അവയവങ്ങളുടെയും കൺട്രോളും കോർഡിനേഷനും നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് സിസ്റ്റംസാണ്. അതിലൊരു സിസ്റ്റമാണ് ന്യൂറൽ സിസ്റ്റവും രണ്ടാമത്തെ സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. എൻഡോക്രൈൻ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്, ഗ്രന്ഥികൾ, അവ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ്. അപ്പോൾ ഈ രണ്ട് സിസ്റ്റംസ് ചേർന്നിട്ടാണ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഓർഗൻസിൻ്റെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ എങ്ങനെയാണ് അവർ നമ്മുടെ ബോഡി ഫങ്ഷൻസിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്യുകയും ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ന്യൂറൽ സിസ്റ്റം പ്രൊവൈഡ് റാപ്പിഡ് കോർഡിനേഷൻ എമംഗ് ഓർഗൻസ്. പെട്ടെന്നുള്ള ആ ഒരു പ്രവർത്തനങ്ങൾ കൂടുതലും ന്യൂറൽ സിസ്റ്റം വഴിയാണ് നടക്കുന്നത്. നെർവസ് സിസ്റ്റം. ആസ് ദ നെർവ് ഫൈബേഴ്സ് ഡു നോട്ട് ഇനർവേറ്റ് ഓൾ ദ സെൽസ് ഓഫ് ദ ബോഡി and the cellular functions need to be continuously regulated. A special kind of coordination and integration is carried out by hormones. നമുക്കറിയാം നെർവ്സ്, ന്യൂറൽ സിസ്റ്റത്തിലുള്ളത് നെർവ്സ് ആണ്. ആ നെർവ്സ് എല്ലാ സെല്ലുകളുടെ അടുക്കും എത്താറില്ല. നമുക്കറിയാം ഓർഗൻസിലേക്കൊക്കെ നെർവുകളുണ്ട്, പക്ഷെ ഒരു ഓർഗൻ്റെ അകത്തെ എല്ലാ സെൽസിനേക്കും ഈ നെർവ് ഇമ്പൾസ് എത്തണം എന്നില്ല. അപ്പോൾ അതൊരു പോരായ്മയാണ് നെർവസ് സിസ്റ്റത്തിന്. അപ്പോൾ എല്ലാ സെല്ലുകളിലും ആ പ്രവർത്തനങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോർഡിനേഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ വേറൊരു ടൈപ്പ് ഓഫ് കോർഡിനേഷനാണ് ഉള്ളത്. ആ കോർഡിനേഷനെയാണ് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം കൊണ്ട് പറയുന്നത്. ആ എൻഡോക്രൈൻ സിസ്റ്റം നമ്മുടെ ബോഡിയിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹോർമോണുകൾ ഈച്ച് ആൻഡ് എവറി സെൽസിൽ അത് പ്രവർത്തിക്കുകയും വേണ്ട കോർഡിനേഷൻ അവിടെ നടക്കുകയും ചെയ്യും. പിന്നെ ഓരോ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ ഹോർമോണുകളാണ്. ആ ഹോർമോണുകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ദ ന്യൂറൽ സിസ്റ്റം ആൻഡ് ദ എൻഡോക്രൈൻ സിസ്റ്റം ജോയിൻ്റ്ലി കോർഡിനേറ്റ് ആൻഡ് റെഗുലേറ്റ് ദ ഫിസിയോളജിക്കൽ ഫങ്ഷൻ ഇൻ ദ ബോഡി. ന്യൂറൽ സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം ജോയിൻ്റ്ലി കോർഡിനേറ്റ് ആൻഡ് റെഗുലേറ്റ്, നിയന്ത്രിക്കുകയും ക്രമീകരിച്ച് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഫിസിയോളജിക്കൽ ജീവൽ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഈ രണ്ട് സിസ്റ്റംസ് ചേർന്നാണ്. എൻഡോക്രൈൻ സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ലാക്ക് ഡക്ട്സ് ആൻഡ് ആർ ഹെൻസ് കോൾഡ് ഡക്ട്ലെസ് ഗ്ലാൻഡ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എൻഡോക്രൈൻ ഗ്രന്ഥികൾ, അവയ്ക്ക് ഡക്റ്റുകളില്ല. ഗ്രന്ഥികൾ ഒരിടത്തിരുന്നാലും അവ ഒഴുക്കിവിടുന്ന സെക്രീഷനായ ഹോർമോൺസിനെ ഒഴുകാനുള്ള ഡക്റ്റുകളില്ല. ഡക്റ്റ് എന്ന് പറഞ്ഞാൽ കുഴലുകളില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവരെ നമ്മൾ അറിയപ്പെടുന്നത് ഡക്ട്ലെസ് ഗ്ലാൻഡ്സ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുന്നത് നാളീരഹിത ഗ്രന്ഥികൾ എന്ന് പറയും. ദർ സെക്രീഷൻസ് ആർ കോൾഡ് ഹോർമോൺസ്. ഈ ഗ്രന്ഥികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സെക്രീഷനുകളെ നമ്മൾ ഹോർമോണുകൾ എന്ന് വിളിക്കുന്നു. ദ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് ഹോർമോൺ. ഇനി എന്താണ് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഹോർമോൺ എന്ന് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് അല്ലേ? പലതരത്തിലെ ഹോർമോൺസ്, നമ്മൾ ഇൻസുലിൻ, ഗ്ലൂക്കോഗോൺ, പിറ്റ്യൂട്ടറി ഹോർമോണുകൾ, പാൻക്രിയാറ്റിക് ഹോർമോൺസ്, അങ്ങനെ ഇഷ്ടംപോലെ ഹോർമോണുകളുണ്ട് അല്ലേ? തൈറോക്സിൻ, അങ്ങനെയുള്ള ഇഷ്ടംപോലെ. നമ്മൾ ഓരോന്നായിട്ട് നമുക്ക് പഠിക്കണം. അപ്പോൾ അതിൽ ഹോർമോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അവ എന്താണ് എന്ന് ചോദിച്ചാൽ, ഹോർമോൺസ് ആർ കെമിക്കൽസ് produced by endocrine glands and released into the blood and transported to distinctly located target organs as current target organ.
അപ്പോൾ ഹോർമോൺസ് ആർ കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോക്രൈൻ glands and released into blood, transported to a distinctly located organs. അപ്പം നമ്മൾ പറയുന്നത് എന്താണ്, ഹോർമോണുകൾ ചിലതരം കെമിക്കലുകളാണ്. ആ കെമിക്കൽ ശരിക്കും എന്ത് ചെയ്യുന്നു, എൻഡോക്രൈൻ ഗ്രന്ഥികളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് നേരിട്ട് ബ്ലഡിലേക്കാണ് ഒഴുക്കി വിടുന്നത്. അവയ്ക്ക് ഡക്റ്റുകളില്ല എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ഡിസ്റ്റിങ്ക്ട്ലി ലൊക്കേറ്റഡ് ടാർഗറ്റ് ഓർഗൻ. ഏത് അവയവത്തിലാണോ ആ ഹോർമോൺ പ്രവർത്തിക്കേണ്ടത്, ഓരോ ഹോർമോണിനും ഒരു ടാർഗറ്റ് ഓർഗൻ കാണും അല്ലേ. ടാർഗറ്റ് ഓർഗൻ എന്ന് പറഞ്ഞാൽ ഏത് അവയവത്തിലാണ് അത് പ്രവർത്തിക്കേണ്ടത്, ആ അവയവത്തിൽ അത് എത്ര ദൂരെയാണെങ്കിൽ പോലും അവിടെ വരെ ബ്ലഡിൽ കൂടി അത് എത്തുകയും ആ ഓർഗനിൽ അതിൻ്റെ റിസപ്റ്റേഴ്സ് കാണും. അവയത് സ്വീകരിക്കുകയും ആ ഹോർമോണിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഫങ്ഷൻ അവിടെ ആ സെല്ലുകളിൽ അല്ലെ ആ ഓർഗനിൽ നിർവഹിക്കുകയും ചെയ്യും. ഇനി നമുക്കൊരു സയൻറ്റിഫിക് ഡെഫിനിഷൻ ഹോർമോൺസിന് വേണമെങ്കിൽ കൊടുക്കാം. ഹോർമോൺസ് ആർ നോൺ ന്യൂട്രിയൻറ്റ് കെമിക്കൽസ്. ന്യൂട്രിയൻസ് ഒന്നും അല്ല അല്ലേ, ഇറ്റ്സ് നോൺ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഒരു കെമിക്കലാണ്. വിച്ച് ആക്ട് ആസ് ഇൻ്റർസെല്ലുലാർ മെസ്സഞ്ചേഴ്സ് ആൻഡ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ട്രേസ് എമൗണ്ട്. സയൻറ്റിഫിക്കലായിട്ട് നമ്മൾ ഹോർമോണിൻ്റെ ഡെഫിനിഷൻ കൊടുക്കുന്നത് അത് നോൺ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള കെമിക്കലാണ്. ന്യൂട്രിയൻസ് ഒന്നുമല്ല, വെറും കെമിക്കലുകളാണ്. അവർ എന്ത് ചെയ്യുന്നു, ഇൻട്രാ സെല്ലുലാർ മെസ്സഞ്ചേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. സെല്ലുകൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മെസ്സേജുകൾ കൈമാറുന്ന കെമിക്കലുകളാണ്. ആൻഡ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ട്രേസ് എമൗണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവ ഒത്തിരിയൊന്നും ഉണ്ടാവത്തില്ല, കുറച്ച് മാത്രം. ട്രേസ് എന്ന് പറഞ്ഞാൽ വെറും കുറച്ച് അളവിൽ മാത്രമേ ഇത് ഉണ്ടാവത്തുള്ളൂ. അത് ബ്ലഡിൽ കലർന്നിട്ട് അത് എല്ലായിടത്തും എത്തിക്കുകയും എവിടെയാണോ അത് പ്രവർത്തിക്കേണ്ടത് ആ സെല്ലിനെ കണ്ടുപിടിച്ച് അവിടെയാണ് അത് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ളൊരു കെമിക്കലാണ് ഹോർമോൺ എന്ന് പറയുന്നത്. നമുക്കിവിടെ ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റമാണ് പഠിക്കുന്നത്. അതിൽ നമ്മുടെ ശരീരത്തിലുള്ള വിവിധ തരത്തിലുള്ള എൻഡോക്രൈൻ ഗ്രന്ഥികളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നിരിക്കുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്. നമുക്കറിയാം പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഗ്ലാൻഡ് നമ്മുടെ തലച്ചോറിലാണ് കാണുന്നത് അല്ലേ. മറ്റൊരെണ്ണം പീനിയൽ, അതും നമ്മുടെ ഹെഡിൽ തന്നെയാണ്, ബ്രെയിനിൻ്റെ ഉള്ളിലായിട്ടാണ് കാണുന്നത്. പിന്നെ തൈറോയിഡ്, ത്രോട്ട് ഭാഗത്ത്, നമ്മുടെ തൊണ്ട ഭാഗത്ത് കാണുന്നതാണ് തൈറോയിഡ്. അഡ്രീനൽ ഗ്രന്ഥി അല്ലേ, അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയുടെ മുകളിലുള്ള ഒരു ഗ്ലാൻഡാണ്. അടുത്ത് നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥിയുണ്ട്, പാൻക്രിയാസ്. അതും ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. പിന്നെ തൈറോയിഡിനോട് അടുത്ത് തന്നെ ഇരിക്കുന്ന മറ്റൊരു ഗ്രന്ഥിയാണ് പാരാതൈറോയിഡ്. മറ്റൊരെണ്ണം തൈമസ്, നമ്മുടെ നെഞ്ചെല്ലിനടുക്ക് ഇരിക്കുന്ന, നെഞ്ച് ഭാഗത്ത് ഇരിക്കുന്ന ഒരു ഗ്ലാൻഡാണ് തൈമസ് ഗ്ലാൻഡ്. പിന്നെ ഗൊണാഡ്. ഗൊണാഡ്സ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ കാണുന്ന എൻഡോക്രൈൻ ഓർഗൻസ് ആണ് ഗൊണാഡുകൾ എന്ന് പറയും. അത് നമ്മൾ ടെസ്റ്റിസ് മെയിലിലും, പുരുഷന്മാരിൽ ടെസ്റ്റിസ് എന്നും ഫീമെയിൽസിൽ നമ്മൾ ഓവറി എന്ന് പറയും. ഈ ടെസ്റ്റിസിനെയും ഓവറിയെയാണ് നമ്മൾ ഗൊണാഡുകൾ എന്ന് വിളിക്കുന്നത്. ഗൊണാഡ്സ് ആർ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. അപ്പോൾ ഇത്രയും ഗ്രന്ഥികളാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഇവ ഏതൊക്കെയാണെന്നും അവരുടെ അവ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്നും അവയുടെ ഫങ്ഷൻ എന്താണെന്നുമാണ് നമ്മളിതിൽ പറയുന്നത്. ഇൻ അഡീഷൻ ടു ദീസ് ഓർഗൻസ്, ഈ എൻഡോക്രൈൻ ഓർഗൻസ് കൂടാതെ മറ്റ് ചില അവയവങ്ങൾ കൂടി നമ്മുടെ എൻഡോക്രൈൻ ഓർഗൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നു. അതിലൊന്ന് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റ്, നമ്മുടെ അന്നനാളം അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റ് ചിലതരം ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കറിയാം ഓൾറെഡി ഡൈജസ്റ്റീവ് സിസ്റ്റം എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷേ എൻസൈംസ് അല്ല, ഹോർമോണുകളും അവയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അവയും കുറേ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ലിവർ, കരൾ, അവയും ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹാർട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് നമുക്ക് മറ്റ് എല്ലാ ഗ്രന്ഥികളും പഠിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഇവരെക്കുറിച്ച് പഠിക്കാം. ഇവരൊക്കെ ഏത് ഹോർമോൺസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന ഗ്രന്ഥി ആണ് ദ ഹൈപ്പോതലാമസ്. നമ്മൾ പിറ്റ്യൂട്ടറി പറഞ്ഞു, പക്ഷേ പിറ്റ്യൂട്ടറിയോട് ചേർന്നിരിക്കുന്ന ഒരു റീജനാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് ശരിക്കും
ന്യൂറൽ സിസ്റ്റത്തിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മൾ ബ്രെയിനിലാണ് പറയുന്നത് അല്ലേ. ബ്രെയിനിൽ നമ്മൾ ഹൈപ്പോതലാമസ് എല്ലാം പഠിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് ഹൈപ്പോതലാമസിൻ്റെ ഫങ്ഷൻ നോക്കാം. Hypothalamus is the basal part of forebrain and it regulates a wide spectrum of body function. ഹൈപ്പോതലാമസിന് വലിയൊരു ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ബ്രെയിനിൻ്റെ താഴെ കാണുന്ന ഒരു ബേസൽ പാർട്ടാണ്. ആൻഡ് അതിന് എന്തുണ്ട്, അതിന് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള കഴിവുണ്ട്. കാരണം ഇതിൻ്റെ അകത്തുനിന്ന് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഹൈപ്പോതലാമസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഹൈപ്പോതലാമസ് has several group of neurosecretory cells called nuclei which produces hormones. Actually ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞാൽ നെർവസ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ ന്യൂറൽ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഇതാണ് ഹൈപ്പോതലാമസ്. ആക്ച്വലി ബ്രെയിൻ തന്നെയാണ്, ബ്രെയിനിൻ്റെ പാർട്ട് തന്നെയാണ് ഹൈപ്പോതലാമസ്. പക്ഷേ ഇതിലുള്ള ന്യൂറൽ സെല്ലുകൾ, ന്യൂറോണുകൾ അല്ലേ, നമുക്കറിയാം ബ്രെയിൻ നിർമ്മിച്ചിരിക്കുന്ന ന്യൂറോണുകൾ കൊണ്ടാണ്. അപ്പം ന്യൂറോണുകൾ സെക്രീറ്ററി ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. അവിടെ സെക്രീറ്ററി കോശങ്ങളായിട്ട് ഫോം ചെയ്യും. ആക്ച്വൽ ന്യൂറോൺസ് ആണ് ദേ പ്രൊഡ്യൂസ് ഹോർമോൺസ്. ന്യൂറോണുകളാണ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ തരം സെല്ലുകളെ നമ്മൾ ന്യൂറോ സെക്രീറ്ററി കോശങ്ങൾ എന്ന് വിളിക്കും. ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ന്യൂറോണുകളെയാണ് ന്യൂറോ സെക്രീറ്ററി കോശങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വിച്ച് പ്രൊഡ്യൂസ് ഹോർമോൺസ്. അപ്പോൾ ന്യൂറോ സെക്രീറ്ററി സെൽസിനെയാണ് നമ്മൾ ഹൈപ്പോതലാമസിൽ കാണും. അപ്പോൾ അവിടെ ഗ്രന്ഥികളായിട്ട് ആരാണ് ആക്ട് ചെയ്യുന്നത്? അവിടുത്തെ ന്യൂറോണുകൾ തന്നെ. ദീസ് ഹോർമോൺസ് റെഗുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺ. ഈ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന സിന്തസൈസ് ചെയ്യുന്ന അല്ലെ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകൾ എവിടെയാണ് വയ്ക്കുന്നത്? ദീസ് ഹോർമോൺസ് റെഗുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്. അപ്പോൾ ഇവിടുന്ന് ഉണ്ടാകുന്ന ഹോർമോൺസ് ആരെ നിയന്ത്രിക്കുന്നു? ഇതിന് താഴെയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഇരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈപ്പോതലാമസിൻ്റെ താഴെ ഒരു സഞ്ചി പോലിരിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി. അപ്പോൾ ഹൈപ്പോതലാമസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകൾ ആരെയാണ് നിയന്ത്രിക്കുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ അല്ലെ പിറ്റ്യൂട്ടറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളെ റെഗുലേറ്റ് ചെയ്യും അല്ലെ നിയന്ത്രിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹൈപ്പോതലാമസിൻ്റെ നമ്മൾ പറഞ്ഞു ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹോർമോൺ പ്രൊഡ്യൂസിങ് ന്യൂറോൺസിനെ നമ്മൾ ന്യൂറോ സെക്രട്ടറി കോശങ്ങൾ എന്ന് പറഞ്ഞു, ന്യൂറോ സെക്രട്ടറി സെൽസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ന്യൂറോ സെക്രട്ടറി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിനെ നമുക്ക് ന്യൂറോ ഹോർമോൺസ് എന്നും അറിയപ്പെടാറുണ്ട്. ന്യൂറോ ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ന്യൂറോ സെക്രട്ടറി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്. അപ്പോൾ അവിടെ 2 തരം ഹോർമോണുകളാണ് ഈ ഹൈപ്പോതലാമസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് റിലീസിങ് ഹോർമോണുകളുണ്ട്, ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്. അപ്പോൾ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈപ്പോതലാമസ് ആർ ഓഫ് 2 types, റിലീസിങ് ഹോർമോൺസ് ആൻഡ് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. അതിൽ റിലീസിങ് ഹോർമോൺസിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റിമുലേറ്റ് ദി സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്. അപ്പോൾ ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിലീസിങ് ഹോർമോണുകളുടെ ജോലി എന്ന് പറഞ്ഞാൽ അവ പിറ്റ്യൂട്ടറി ഹോർമോണുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുക അല്ല, പിറ്റ്യൂട്ടറിയെ സ്റ്റിമുലേറ്റ് ചെയ്ത് പിറ്റ്യൂട്ടറിയെ കൊണ്ട് പിറ്റ്യൂട്ടറിയുടെ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ പിറ്റ്യൂട്ടറിയെ കൊണ്ട് അവയുടെ ഹോർമോണിനെ റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണുകളെയാണ് റിലീസിങ് ഹോർമോണുകൾ എന്ന് വിളിക്കുന്നത്. ഇനി അത് കൂടാതെ അപ്പോൾ ഇവർ സ്റ്റിമുലേറ്റ് ദി സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺസ്. ഇപ്പോൾ ഹൈപ്പോതലാമസിലെ റിലീസിങ് ഹോർമോൺസ് എന്ത് ചെയ്യുന്നു? പിറ്റ്യൂട്ടറിയിലെ ഹോർമോണുകളെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഇനി രണ്ടാമത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്. ഇൻഹിബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? തടയുക അല്ലേ. അപ്പോൾ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഹോർമോൺസും ഉണ്ട് ഹൈപ്പോതലാമസിൽ നിന്ന് വരുന്നത്. അപ്പോൾ വിച്ച് ഇൻഹിബിറ്റ് ദി സെക്രീഷൻ ഓഫ് പിറ്റ്യൂട്ടറി ഹോർമോൺ. അപ്പോൾ പിറ്റ്യൂട്ടറി ഹോർമോണിൻ്റെ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നവരെയാണ് നമ്മൾ ഇൻഹിബിറ്ററി ഹോർമോൺസ് എന്ന് പറയും. അപ്പോൾ 2 തരം ഹോർമോണുകളാണുള്ള, റിലീസിങ് ഹോർമോണുകളും ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ്. അപ്പോൾ അതിന് 2 ഉദാഹരണങ്ങൾ നമുക്കിവിടെ പറയുന്നുണ്ട്. ഒന്ന് ഹൈപ്പോതലാമിക് ഹോർമോൺസ് ആയ ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ. ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ, അതിനെ നമ്മൾ GnRH എന്നാണ് അറിയപ്പെടുന്നത്. സ്റ്റിമുലേറ്റ് ദ പിറ്റ്യൂട്ടറി സിന്തസിസ് ആൻഡ് റിലീസ് ഓഫ് ഗൊണാഡോട്രോഫിൻ. നമ്മൾ പിറ്റ്യൂട്ടറിക്കകത്ത് നമുക്കറിയത്തില്ല ഇപ്പം ഇല്ലേ, നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പിറ്റ്യൂട്ടറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളിൽ ഒന്നാണ് ഗൊണാഡോട്രോഫിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗൊണാഡോട്രോഫിൻ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഹൈപ്പോതലാമസിലെ ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചാലേ ഈ ഗൊണാഡോട്രോഫിൻ ഇവിടെ നിന്ന് സെക്രീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്, പിറ്റ്യൂട്ടറി എന്ന് പറയുന്നതാണ് മാസ്റ്റർ ഗ്രന്ഥി എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആക്ച്വലി ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും കൺട്രോൾ ചെയ്യാൻ ആരുണ്ട്? ഹൈപ്പോതലാമസ് ഉണ്ട്. അപ്പോൾ ഹൈപ്പോതലാമസിൽ നിന്ന് വരുന്ന റിലീസിങ് ഹോർമോൺസിന് ഒരു ഉദാഹരണമാണ് ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ. അപ്പോൾ ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോണിൻ്റെ ജോലി എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ സെക്രീഷൻ ഓഫ് ഗൊണാഡോട്രോഫിൻ ഫ്രം പിറ്റ്യൂട്ടറി. പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഗൊണാഡോട്രോഫിനെ റിലീസ് ചെയ്യാൻ ആരുണ്ട്? ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺസ് ഉണ്ട്. അപ്പോൾ ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും? ഹൈപ്പോതലാമസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു റിലീസിങ് ഹോർമോണിന് ഒരു ഉദാഹരണമാണ് പറഞ്ഞേക്കുന്നത്. ഇനി നമ്മൾ എന്ത് പറയുന്നത്, മറ്റൊരു ഹോർമോണാണ് സൊമാറ്റോസ്റ്റാറ്റിൻ. ഫ്രം ദ ഹൈപ്പോതലാമസ് ഇൻഹിബിറ്റ്സ് ദ റിലീസ് ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഫ്രം ദ പിറ്റ്യൂട്ടറി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ റിലീസിങ് ആയിട്ടുള്ള ഹോർമോണിന് ഉദാഹരണമാണ് ഗൊണാഡോട്രോഫിൻ. ഇനി ഇൻഹിബിറ്റിംഗ് ഹോർമോണിന് ഒരു ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞ സൊമാറ്റോസ്റ്റാറ്റിൻ. ഹൈപ്പോതലാമസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൊമാറ്റോസ്റ്റാറ്റിൻ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഇൻഹിബിറ്റ് ദ റിലീസ് ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഫ്രം പിറ്റ്യൂട്ടറി. ഗ്രോത്ത് ഹോർമോൺ, അതായത് പിറ്റ്യൂട്ടറിയിൽ മറ്റൊരു ഹോർമോൺ ഉണ്ട്, ഗ്രോത്ത് ഹോർമോൺ. അത് നമുക്ക് പഠിക്കാം, പിറ്റ്യൂട്ടറി പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇത് ഓർത്ത് വെക്കുക. നമ്മൾ പിറ്റ്യൂട്ടറിയും കൂടി പഠിക്കുമ്പോൾ പിറ്റ്യൂട്ടറിയിലെ ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവയെ ആരാണ് കൺട്രോൾ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഗ്രോത്ത് ഹോർമോണിനെ ഇൻഹിബിറ്റ് ചെയ്യുക, ഗ്രോത്ത് ഹോർമോൺ പിറ്റ്യൂട്ടറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ള ജോലിയാണ് സൊമാറ്റോസ്റ്റാറ്റിൻ ചെയ്യുന്നത്. These hormones reaches the pituitary gland through a portal circulatory system and regulate the function of anterior pituitary. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഹൈപ്പോതലാമസിൽ രണ്ട് രീതിയിലാണ് ഇത് പിറ്റ്യൂട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതിലൊന്നെന്ന് പറയുന്നത്, ഒരു ഭാഗം എന്ന് പറയുന്നത് ഹൈപ്പോതലാമസിൽ നിന്ന് ഒരു പോർട്ടൽ സിസ്റ്റം വഴി പിറ്റ്യൂട്ടറിയിലേക്ക് കണക്ഷൻ ഉണ്ട്. ഇനി എന്താണ് പോർട്ടൽ സിസ്റ്റം? പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത് അതൊരു സർക്കുലേറ്ററി സിസ്റ്റമാണ്. നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചതാണ്. അതായത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട്, ആർട്ടറി വന്നിട്ട് ഡിവൈഡ് ചെയ്ത് ക്യാപ്പിലറീസ് ആകും അല്ലേ, ക്യാപ്പിലറീസ് ജോയിൻ ചെയ്ത് വെയിനുകളാവും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പക്ഷേ നമ്മുടെ ശരീരഭാഗത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ആർട്ടറി, ഒരു ധമനി ക്യാപ്പിലറീസ് ആയിട്ട് മാറുകയും അവ വീണ്ടും ആർട്ടറിയായിട്ട് തന്നെ പോവുകയും വീണ്ടും ഒരു ക്യാപ്പിലറി സിസ്റ്റം ആകുകയും ചെയ്യും. അങ്ങനെ ഒന്നിൽ കൂടുതൽ തവണ ക്യാപ്പിലറീസ് ആവുന്ന ആ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് പോർട്ടൽ സിസ്റ്റം എന്ന് പറയും. അത് പല ക്യാപ്പിലറീസ് ചേർന്ന് വീണ്ടും അടുത്ത ആർട്ടറി ഉണ്ടാകുന്നു, ആ ആർട്ടറി വീണ്ടും ഡിവൈഡ് ചെയ്ത് ക്യാപ്പിലറി സിസ്റ്റം ഉണ്ടാകുന്നു, അത് വീണ്ടും യുണൈറ്റ് ചെയ്ത് വെയിനായിട്ട് മാറും. അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ക്യാപ്പിലറി സിസ്റ്റംസ് കണക്ട് ചെയ്ത് വരികയാണെങ്കിൽ അത്തരം സർക്കുലേറ്ററി സിസ്റ്റത്തിനെയാണ് നമ്മൾ പോർട്ടൽ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയും. അത് നമ്മുടെ പല ഭാഗത്തും, നമ്മുടെ ലിവറിലുണ്ട്, പിറ്റ്യൂട്ടറിയിലുണ്ട്, അങ്ങനെ പല ഭാഗത്തും ഈ പോർട്ടൽ സിസ്റ്റം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഹൈപ്പോതലാമസിന് പിറ്റ്യൂട്ടറിയുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു വഴി കൂടെ അത് പോർട്ടൽ സിസ്റ്റം വഴിയും ബന്ധപ്പെട്ടിട്ടുണ്ട്, ഒരു വഴി കൂടെ അതിന് ഡയറക്റ്റ് ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ പിറ്റ്യൂട്ടറി പഠിക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന്. അപ്പോൾ ആൻറ്റീരിയർ, നമ്മൾ പിറ്റ്യൂട്ടറിയെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്നൊക്കെ പറഞ്ഞ് രണ്ട് ലോബുകളുണ്ടെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതിൻ്റെ ഒരു ഭാഗം ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്കാണ് ഈ പോർട്ടൽ സർക്കുലേറ്ററി സിസ്റ്റം വരുന്നതും ഇനിയും ഡയറക്റ്റ് കണക്ഷൻ ഉള്ളത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലോട്ടാണ് ഈ ഹൈപ്പോതലാമസ്. അപ്പോൾ ഹൈപ്പോതലാമസിന് പോർട്ടൽ സർക്കുലേറ്ററി സിസ്റ്റം വഴിയും ബന്ധമുണ്ട്, അല്ലാതെ ഡയറക്റ്റ് ബന്ധം ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിറ്റ്യൂട്ടറി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ ഏതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ദ ഹോർമോൺസ് റീച്ചസ് ദ പിറ്റ്യൂട്ടറി gland through portal circulatory system and regulate the function of the anterior pituitary. This is anterior pituitary. The posterior pituitary is under the direct neural regulation of the hypothalamus. ഇവിടാണ് ഡയറക്റ്റ് കൺട്രോൾ ആണുള്ളത്. മനസ്സിലായി കാണുമല്ലോ. അടുത്തത് ഇനി നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കുറിച്ചാണ് പറയാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് ഹൈപ്പോതലാമസിൻ്റെ താഴെയായിട്ട് കാണുന്ന ഒരു
ഒരു സഞ്ചി പോലെ ഇരിക്കുന്ന ഗ്രന്ഥിയാണ് നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയും. The pituitary gland is located in a bony cavity called sella turcica and is attached to the hypothalamus by a stalk. അതായത് ഇത് നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളറയാണ്. ഇതിൻ്റെ അകത്തെ അറയ്ക്കുള്ളിൽ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഇരിക്കുന്നത്. ഒരു ബോണി കേസിൻ്റെ അകത്ത്, ഒരു ബോണി അറയ്ക്കുള്ളിലായിട്ടാണ് നമ്മുടെ തലയോട്ടിയുടെ ഉള്ളിലിരിക്കുന്നത്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇരിക്കാൻ വേണ്ടി ഒരു ബോണി ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിയുടെ പേരാണ് സെല്ല ടർസിക്ക എന്ന് പറയുന്നത്. ഈ സെല്ല ടർസിക്കയുടെ അകത്താണ് പിറ്റ്യൂട്ടറി ഇരിക്കുന്നത്. പക്ഷേ മുകളിൽ നമ്മൾ പറഞ്ഞു ബ്രെയിൻ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇരിക്കും അല്ലേ, ആ ഭാഗത്താണ് ഹൈപ്പോതലാമസ്. ഈ ക്യാവിറ്റിക്കകത്താണ് പിറ്റ്യൂട്ടറി ഇരിക്കുന്നത്. അപ്പോൾ ഇതുവഴി ഒരു സ്റ്റോക്ക്, ഒരു പിടിയുണ്ട് അല്ലേ, ഒരു പിടി പോലൊരു ഭാഗം അല്ലെ ഒരു തണ്ട് പോലുള്ളൊരു ഭാഗം ഇവിടെ ഉണ്ട്. ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും കൂടെ ബന്ധപ്പെട്ട ഒരു സ്റ്റോക്ക് ഇവിടെ കാണാം, ഒരു കണക്ഷൻ നമുക്കിവിടെ കാണാം. അതാണ് ഈ പറഞ്ഞത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ നമ്മൾ 3 ഭാഗങ്ങളായിട്ട്, ആദ്യം നമ്മൾ 2 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യും, പിന്നാണ് അത് 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും. പിറ്റ്യൂട്ടറി ഈസ് ഡിവൈഡഡ് ഇൻറ്റു അനാറ്റമിക്കലി ഇൻറ്റു 2. അതിലൊന്ന് അഡിനോ ഹൈപ്പോഫൈസിസ് ആൻഡ് 2 ന്യൂറോ ഹൈപ്പോഫൈസിസ്. ദിസ് ഇസ് അഡിനോ ഹൈപ്പോഫൈസിസ്. ഇതിനെയാണ് നമ്മൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയും. ദിസ് ഇസ് ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയും. അപ്പോൾ എന്താണ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയെ വിളിക്കുന്ന പേരാണ് അഡിനോ ഹൈപ്പോഫൈസിസ് ആൻഡ് ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഈസ് നെയിംഡ് ആസ് ന്യൂറോ ഹൈപ്പോഫൈസിസ്. അത് രണ്ടും പേര് ഓർത്തിരിക്കുക, അഡിനോ ഹൈപ്പോഫൈസിസ് ആൻഡ് ന്യൂറോ. ഇനി അഡിനോ ഹൈപ്പോഫൈസിസ് കൺസിസ്റ്റ് ഓഫ് 2 പോർഷൻസ്. അഡിനോ ഹൈപ്പോഫൈസിസിനും 2 ഭാഗങ്ങളുണ്ട്. ഈ ഭാഗത്തിന് അതിൻ്റെ മേജർ ഭാഗത്തിനെ നമ്മൾ പാർസ് ഡിസ്റ്റാലിസ് എന്നും മറ്റൊരു ഭാഗമാണ് പാർസ് ഇൻ്റർമീഡിയ എന്ന് പറയും. അതായത് ഈ ബ്രോഡായിട്ടുള്ള ഈ റെഡ് കളർ ഭാഗം ആണ് നമ്മൾ പാർസ് ഡിസ്റ്റാലിസ് എന്ന് പറയും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു റീജിയൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആ പടം ശ്രദ്ധിച്ചാൽ അറിയാം. ഈ പടത്തിൽ ഇവിടെയായിട്ട് ഈ കാണിച്ചിരിക്കുന്നതാണ് പാർസ് ഇൻ്റർമീഡിയ. അപ്പോൾ പാർസ് ഡിസ്റ്റാലിസ് എന്ന് പറയുന്ന മെജോറിറ്റി ഭാഗത്തിൻ്റെ ഇടയ്ക്കായിട്ട് വരുന്ന ഒരു ചെറിയ റീജിയനാണ് ഇൻ്റർമീഡിയറ്റ് ലോബ് എന്ന് പറയുന്ന ഈ ഭാഗം. അതായത് ഇവിടെ ഇങ്ങനെ കാണുന്ന ഈ ചെറിയ ഒരു റെഡ് കളർ പാർട്ടീഷനെയാണ് നമ്മൾ പാർസ് ഇൻ്റർമീഡിയ. അപ്പോൾ അഡിനോ ഹൈപ്പോഫൈസിസ് ഇസ് ഡിവൈഡ് ഇൻറ്റു 2 പാർസ് ഡിസ്റ്റാലിസ് ആൻഡ് പാർസ് ഇൻ്റർമീഡിയ. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 ചേമ്പേഴ്സ് ആണുള്ളത് അല്ലേ, 3 ഭാഗങ്ങളാണ്. അഡിനോ ഹൈപ്പോഫൈസിസിൻ്റെ പാർസ് ഡിസ്റ്റാലിസ്, പാർസ് ഇൻ്റർമീഡിയ ആൻഡ് ഈ കാണുന്ന ഭാഗം ന്യൂറോ ഹൈപ്പോഫൈസിസ്. അങ്ങനെ ആക്ച്വലി പിറ്റ്യൂട്ടറിക്ക് 3 ലോബുകളാണുള്ളത്. പക്ഷേ നമ്മൾ പാർസ് ഡിസ്റ്റാലിസിനെ മാത്രം ഒരു ലോബായിട്ട് അവിടെ കരുതുന്നില്ല. അതിൻ്റെ ഒരു ചെറിയ ഇടയ്ക്കുള്ളൊരു പാർട്ട് ആയിട്ടാണ് നമ്മൾ പാർസ് ഇൻ്റർമീഡിയയെ നേരത്തെ നമ്മൾ അറിയപ്പെട്ടിരുന്നത് ആൻറ്റീരിയർ ലോബ്, പോസ്റ്റീരിയർ ലോബ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ലോബ് എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിന് പേര് പഠിക്കണം. പാർസ് ഡിസ്റ്റാലിസ് ഇസ് ദ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയെ നമ്മൾ ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറയും. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഭാഗത്തിനെയാണ് നമ്മൾ പാർസ് ഇൻ്റർമീഡിയ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ലോബ് എന്ന് പറയുന്നത്. അതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഓരോ ലോബിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളും അവയുടെ ഫങ്ഷനുമാണ് നമുക്ക് പഠിക്കേണ്ടത്. ഹോർമോൺസ് ഓഫ് പാർസ് ഡിസ്റ്റാലിസ്. ആദ്യ ഭാഗമാണ് പാർസ് ഡിസ്റ്റാലിസിൻ്റെ ഹോർമോണുകളാണ്. Pars distalis region of pituitary, commonly called anterior pituitary, produces growth hormone അല്ലെങ്കിൽ GH, prolactin അല്ലെങ്കിൽ PRL, thyroid stimulating hormone അല്ലെങ്കിൽ TSH, adrenocorticotropic hormone അല്ലെങ്കിൽ ACTH, luteinizing hormone അല്ലെങ്കിൽ LH, and follicle stimulating hormone അല്ലെങ്കിൽ FSH. അങ്ങനെ ഇത്രയും ഹോർമോൺസ് ആണ് നമ്മുടെ ആൻറ്റീരിയർ ലോബിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ലോബിലുള്ള ഹോർമോണുകളും അവയുടെ നമുക്ക് ഫങ്ഷൻ കൂടി അടുത്ത സെഷനിൽ നമുക്ക് പറയുന്നതാണ്. അപ്പം നോക്കാം, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇനി അടുത്ത ലോബായ ഇൻ്റർമീഡിയറ്റ് ലോബ് നമ്മൾ പറഞ്ഞത് ഈ ഭാഗത്താണ് അല്ലേ. അപ്പോൾ പാർസ് ഇൻ്റർമീഡിയ എന്ന് പറയുന്നത് സെക്രീറ്റ് ഓൺലി 1 ഹോർമോൺ കോൾഡ് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇതിൻ്റെ അകത്ത് ആകെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒറ്റ ഹോർമോണേ ഉള്ളൂ ഇൻ്റർമീഡിയറ്റ് ലോബിൽ.
നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ MSH. In human, the pars intermedia is almost merged with pars distalis. പാഴ്സ് ഇൻ്റർമീഡിയ എന്ന് പറയുന്ന ഒരു ലോബ് ഉണ്ടെങ്കിൽ പോലും അത് പാഴ്സ് ഡിസ്റ്റാലിസുമായിട്ട് മെർജ് ചെയ്താണ് കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർമീഡിയറ്റ് ലോബ് ഇവിടെ ഉണ്ട്. അതാണ് പാഴ്സ് ഇൻ്റർമീഡിയ എന്ന് അതിൻ്റെ ഫങ്ഷൻ നമുക്ക് പറയാം. ഇനി ലാസ്റ്റ് ലോബാണ്, അതായത് പോസ്റ്റീരിയർ ലോബ് ഈസ് കോൾഡ് ആസ് ന്യൂറോ ഹൈപ്പോഫൈസിസ് അല്ലേ. ഈ ഭാഗത്തിനെയാണ് നമ്മൾ ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂറോ ഹൈപ്പോഫൈസിസ് പാഴ്സ് നെർവോസ ഓൾസോ കോൾഡ് ആസ് എന്താണ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സ്റ്റോർ ആൻഡ് റിലീസ് 2 ഹോർമോൺസ് കോൾഡ് ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ which are synthesized by the hypothalamus and are transported to neurohypophysis. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ പോസ്റ്റീരിയർ ലോബിൽ ഹൈപ്പോതലാമസിന് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പം ഈ ഇവിടുന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹൈപ്പോതലാമസിൽ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകൾ ശരിക്കും എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ്. അപ്പോൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സ്വന്തമായിട്ടൊന്നും സെക്രീറ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഹൈപ്പോതലാമസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകൾ, ന്യൂറോ ഹോർമോൺസ് ഞാൻ നേരത്തെ പറഞ്ഞു, ന്യൂറോണുകൾ തന്നെ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകളാണ്. ആ ഹോർമോണുകൾ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ റിലീസ് ചെയ്യുന്നു. ആ തരം 2 ഹോർമോൺസ് ആണ് നമുക്ക് പഠിക്കാനുള്ള ഓക്സിറ്റോസിൻ എന്നും വാസോപ്രസിൻ എന്നും പറയും. ഈ 2 ഹോർമോൺസ് ആണ് actually they are secreted in hypothalamus and stored in this posterior pituitary. അങ്ങനെ നമ്മൾ 3 ലോബിലെയും ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു അല്ലേ. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി പാർസ് ഡിസ്റ്റാലിസ്, ഇൻ്റർമീഡിയറ്റ് ലോബിനെ പാർസ് ഇൻ്റർമീഡിയ ആൻഡ് ലാസ്റ്റിലെ ലോബാണ് ന്യൂറോ ഹൈപ്പോഫൈസിസ് അല്ലെങ്കിൽ പാർസ് നെർവോസ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ലോബിലെയും ഹോർമോണുകളും അവയുടെ ഫങ്ഷൻസുമാണ് ഇനി നമുക്ക് പഠിക്കാൻ. അതിന് മുന്നേ നമുക്ക് 2 പ്രത്യേകതകൾ, അതായത് 2 രോഗങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ നമ്മൾ പറഞ്ഞില്ലേ, പാർസ് ഡിസ്റ്റാലിസിൽ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഗ്രോത്ത് ഹോർമോൺ എന്ന് പറഞ്ഞാൽ വളർച്ചാ ഹോർമോണുകളാണ് അല്ലേ, വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ്. അപ്പോൾ നമ്മുടെ വളർച്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചൈൽഡ്ഹുഡ് സ്റ്റേജിലാണ് നമ്മൾ വളരുന്നത് അല്ലേ. വളർന്ന ഒരു 20-25 വയസ്സിനുള്ളിൽ തന്നെ നമ്മുടെ പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞിരിക്കും അല്ലേ. പക്ഷെ ചില ആളുകളിൽ ഇത് ഓവറായിട്ട് സെക്രീറ്റ് ചെയ്യും. ഓവർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ സ്റ്റിമുലേറ്റ് അബ്നോർമൽ ഗ്രോത്ത് ഓഫ് ദി ബോഡി ലീഡിങ് ടു ജൈജാൻറ്റിസം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ അമിതമായിട്ട് ഗ്രോത്ത് ഹോർമോൺ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അബ്നോർമൽ ഗ്രോത്ത് ഉണ്ടാകും അല്ലേ. സാധാരണ ഗ്രോത്ത് അല്ല, അബ്നോർമലായിട്ട് വളർച്ച ഉണ്ടാകുകയും കാലിൻ്റെയും കൈയുടെയും ഒക്കെ നീളം കൂടും. നമ്മൾ ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബോണുകളുടെയൊക്കെ വളർച്ചയെ സഹായിക്കുന്ന ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ. അപ്പോൾ അത് അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബോൺസിൻ്റെ എല്ലാം വളർച്ച കൂടുകയും ഒരു ജൈജാൻറ്റിക് സ്ട്രക്ചർ ഉണ്ടാകും. അതിനെയാണ് അവസ്ഥയാണ്, ആ ഡിസോർഡറിനെയാണ് നമ്മൾ ജൈജാൻറ്റിസം എന്ന് പറയുന്നത്. അതേപോലെ ഇതിൻ്റെ ലോ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോണും ഉണ്ടാകാറുണ്ട് അല്ലേ. വളർച്ചാ സമയത്ത് ഗ്രോത്ത് ഹോർമോൺ കുറച്ച് പ്രൊഡ്യൂസ് ചെയ്താൽ ഇറ്റ് റിസൾട്ട് ഇൻ സ്റ്റണ്ടഡ് ഗ്രോത്ത്, വളർച്ച മുരടിച്ചു പോകും. അതാണ് സ്റ്റണ്ടഡ് ഗ്രോത്ത് ഉണ്ടാകും. റിസൾട്ടിങ് ഇൻ ദ പിറ്റ്യൂട്ടറി ഡോർഫിസം. അതിൻ്റെ ആ അവസ്ഥയെ പറയുന്ന പേരാണ് ഡോർഫിസം എന്ന് പറയും അല്ലേ. അപ്പം ജൈജാൻറ്റിസവും ഡോർഫിസവും. അതേപോലെ തന്നെ ഗ്രോത്ത് ഹോർമോണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു അവസ്ഥയെ നമ്മൾ പഠിച്ചിട്ടുള്ളത് അക്രോമെഗലി എന്ന് പറയുന്ന അവസ്ഥ. അതായത് വളർച്ചയൊക്കെ കഴിഞ്ഞിട്ട് അഡൽട്സിൽ ഈ ഗ്രോത്ത് ഹോർമോൺ എക്സസ് ആയിട്ട് സെക്രീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ അക്രോമെഗലി എന്ന് പറയുന്നത്. എക്സസ് സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇൻ അഡൽട്സ് എസ്പെഷ്യലി ഇൻ ദ മിഡിൽ ഏജ് can result in the severe disfigurement, especially of the face, called acromegaly, which may lead to serious complications and premature death if unchecked. അതായത് ഇതൊരു അക്രോമഗലിക് കണ്ടീഷനാണ്. അതായത് അവരുടെ ഫേസ് ബോണുകളിലാണ് ആ ഒരു ഡിസ്ഫിഗർമെൻ്റ് ഉണ്ടാകുന്നത്. സാധാരണ വളർച്ചയിൽ മുഖമൊക്കെ വളർന്നു കഴിഞ്ഞിരിക്കും, പക്ഷെ അഡൽട്ടായി കഴിഞ്ഞിട്ടും വീണ്ടും ഗ്രോത്ത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുമ്പോൾ
ഈ മുഖത്തുള്ള ഫേഷ്യൽ ബോണുകൾ കൂടുതലായിട്ട് വലിപ്പം വെക്കും. അപ്പോൾ അവർക്കൊരു മുഖത്തിനൊരു ഫിഗറിൻ്റെ വ്യത്യാസം ഉണ്ടാകും. മുഖത്തിൻ്റെ ഷേപ്പൊക്കെ മാറി ഒരു പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള മുഖഭാവങ്ങൾ അവരുടെ ഉണ്ടാകും. അതുപോലെ തന്നെ ആ മുഖത്തുള്ള ബോണുകളുടെ വലിപ്പം വ്യത്യാസപ്പെടുമ്പോൾ പല്ലുകളുടെ അറേഞ്ച്മെൻറ്റിലും വ്യത്യാസം, പല്ലുകളിലെല്ലാം ഇടയ്ക്ക് വിടവുകൾ കൂടുതലായിട്ട് വരുന്ന കാണാം. അതുപോലെ തന്നെ അവരുടെ നമ്മുടെ കൈപ്പത്തി ശ്രദ്ധിച്ചാലും അറിയാം, സാധാരണ മനുഷ്യൻ്റെ കൈയിനെക്കാട്ടിൽ വലിപ്പം കൂടുതലായിരിക്കും അവരുടെ കൈപ്പത്തിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാമാണ് നമ്മൾ ആരിൽ കാണുന്നത്? എക്സസ് ഹോർമോൺ ഇൻ അഡൽട്സ് ഉണ്ടായാലുണ്ടാകുന്ന അവസ്ഥയാണ് അക്രോമെഗലി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കണ്ടീഷൻ നമുക്ക് പഠിക്കാനുള്ള മറ്റ് ഹോർമോൺസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മൾ പാഴ്സ് ഡിസ്റ്റാലിസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അവയുടെ ഓരോന്നിൻ്റേതായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ. അപ്പോൾ ഗ്രോത്ത് ഹോർമോൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഗ്രോത്ത് ഹോർമോണിന് ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്ന് പറയും. ഇനി രണ്ടാമത്തെ ഹോർമോണാണ് പ്രോലാക്റ്റിൻ. ലാക്റ്റിൻ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മിൽക്ക് എന്ന് ഓർത്തിരുന്നതാണ്. ലാക്റ്റിൻ, ലാക്ടോസ് എല്ലാം മിൽക്കുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ പ്രോലാക്റ്റിൻ റെഗുലേറ്റ് ദ ഗ്രോത്ത് ഓഫ് മാമറി ഗ്ലാൻഡ്സ് ആൻഡ് ഫോർമേഷൻ ഓഫ് മിൽക്ക് ഇൻ ദ. പ്രോലാക്റ്റിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ മാമറി ഗ്ലാൻഡ്സിൻ്റെ വളർച്ചയും അതുപോലെ തന്നെ മിൽക്ക് പ്രൊഡക്ഷനും സഹായിക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ. നമുക്കറിയാം പ്രഗ്നൻസി പീരീഡിൽ അമ്മ ഗ്രോത്ത് കുഞ്ഞിൻ്റെ ഗ്രോത്ത് നടക്കുന്ന സമയത്ത് അമ്മയിൽ കുഞ്ഞിന് കൊടുക്കാനുള്ള മിൽക്ക് പ്രൊഡക്ഷന് വേണ്ടി മാമറി ഗ്ലാൻഡ്സ് വളരും. അതോടൊപ്പം തന്നെ മിൽക്ക് ഫോർമേഷന് ഡെലിവറിയോടനുബന്ധിച്ച് മിൽക്ക് ഫോർമേഷനും ഉണ്ടാകും. അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് പ്രോലാക്റ്റിൻ. ഇപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലെ ഹോർമോണുകളാണ്. ഇനി മറ്റൊരു ഹോർമോണാണ് TSH അല്ലെങ്കിൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ stimulates the synthesis and secretion of thyroid hormones from the thyroid ഗ്രന്ഥി അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ പിറ്റ്യൂട്ടറിയിൽ നിന്നുള്ള ഹോർമോണുകളെല്ലാം മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്നത് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണുകൾ എന്നാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ഗ്രന്ഥികളെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ എല്ലാം ജോലി. അപ്പോൾ നമ്മൾ ഹൈപ്പോതലാമസിൽ പറഞ്ഞു റിലീസിങ് ആൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺസ് എന്ന് പറയുന്ന പോലെ പിറ്റ്യൂട്ടറിയിലുള്ള ഹോർമോണുകളുടെ ജോലി എന്ന് പറഞ്ഞാൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണുകളാണ്. മറ്റ് ഗ്രന്ഥികളെ സ്റ്റിമുലേറ്റ് ചെയ്യുക അല്ലെ മറ്റ് അവയവങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്? തൈറോയ്ഡ് ഗ്രന്ഥികളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നും തൈറോക്സിനൊക്കെ പോലുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആര് വിചാരിക്കണം? പിറ്റ്യൂട്ടറി വിചാരിക്കണം. അപ്പോൾ പിറ്റ്യൂട്ടറി തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്താലേ തൈറോയ്ഡ് ഗ്രന്ഥികളെ കൊണ്ട് തൈറോയ്ഡ് ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ മറ്റൊരു ഹോർമോണാണ് ACTH. അത് നമ്മൾ പറഞ്ഞു അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ. അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ സ്റ്റിമുലേറ്റ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് സ്റ്റിറോയിഡ് ഹോർമോൺസ് കോൾഡ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഫ്രം അഡ്രീനൽ കോർട്ടെക്സ്. അപ്പോൾ അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡുകൾ എന്ന് പറയുന്ന കോർട്ടിക്കോയിഡ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം ഹോർമോൺ. നമ്മൾ അഡ്രീനൽ ഗ്ലാൻഡ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോൾ അഡ്രീനൽ കോർട്ടെക്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോർട്ടിക്കോയിഡുകളെ സ്റ്റിമുലേറ്റ് ചെയ്ത് അവരെ റിലീസ് ചെയ്യണമെങ്കിൽ ആര് വിചാരിക്കണം? പിറ്റ്യൂട്ടറിയിലുള്ള ACTH അല്ലെങ്കിൽ അഡ്രീനോ കോർട്ടിക്കോട്രോഫിക്. അപ്പോൾ അഡ്രീനൽ ഗ്രന്ഥിയെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പിറ്റ്യൂട്ടറി ഹോർമോണിൻ്റെ ജോലി. നെക്സ്റ്റ് ലൂട്ടിനൈസിങ് ഹോർമോൺ ആൻഡ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ ഹോർമോണിൻ്റെ പ്രത്യേകത ലൂട്ടിനൈസിങ് ആൻഡ് FSH അല്ലെ LH ആൻഡ് FSH എന്നാണ് അവരെ വിളിക്കുന്നത്. സ്റ്റിമുലേറ്റ് ഗൊണാഡൽ ആക്ടിവിറ്റി ആൻഡ് ഹെൻസ് കോൾഡ് ഗൊണാഡോട്രോഫിൻ. ഗൊണാഡൽ ആക്ടിവിറ്റി എന്താണ്? ഗൊണാഡ് എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു ടെസ്റ്റസ് ഇൻ മെയിൽ ആൻഡ് ഓവറി ഇൻ ഫീമെയിൽ. ടെസ്റ്റസും ഓവറിയുമാണ് ഗൊണാഡുകൾ. അപ്പോൾ ആ ഗൊണാഡിൻ്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ജോലിയാണ് LHഉം FSHഉം ചെയ്യുന്നത്. അത് മെയിൽസിലും ഫീമെയിൽസിലും ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുക LHഉം FSHഉം മെയിൽസിൽ എന്ത് ചെയ്യും, ഫീമെയിൽസിൽ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത്
നമുക്ക് പഠിക്കാനുണ്ട്. ഇത് പരീക്ഷയ്ക്കും പലപ്പോഴും ചോദിക്കാറുണ്ട്. In male, LH stimulates the synthesis and secretion of hormones called androgens from testes. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ്രോജൻസ് എന്ന് പറയുന്നത് മെയിൽ സെക്സ് ഹോർമോണുകളാണ്. അപ്പോൾ ആ മെയിൽ സെക്സ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുക. എവിടെ നിന്നാണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്? ടെസ്റ്റസിൽ നിന്ന്. അപ്പോൾ ടെസ്റ്റസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ LH ആണ് പിറ്റ്യൂട്ടറിയിലുള്ള ല്യൂട്ടിനൈസിങ് ഹോർമോണാണ് അതിന് സഹായിക്കുന്നത്. ല്യൂട്ടിനൈസിങ് ഹോർമോൺസ് ടെസ്റ്റസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ടെസ്റ്റസിനെ കൊണ്ട് മെയിൽ സെക്സ് ഹോർമോണായ ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ മറ്റൊരു ഹോർമോണാണ് FSH. അത് മെയിൽസിൽ എന്താ ചെയ്യുന്നത്? ആൻഡ്രോജൻസ് റെഗുലേറ്റ് സ്പെർമറ്റോജെനിസിസ്. ഈ FSHും ആൻഡ്രോജൻസോട് ചേർന്നിട്ട് സ്പെർമറ്റോജെനിസിസിന് സഹായിക്കും. എന്താണ് സ്പെർമറ്റോജെനിസിസ്? സ്പെർമറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ സ്പേമിൻ്റെ ഫോർമേഷൻ. സ്പേം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ? ബീജങ്ങൾ. അപ്പം ബീജങ്ങളുടെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ഇവിടെ ഉണ്ടാകുന്ന ആൻഡ്രോജനും കൂടി ചേർന്നിട്ടാണ് സ്പെർമറ്റോജെനിസിസിന് സഹായിക്കുന്നത്. ഇനി ഇതേപോലെ നമുക്ക് ഫീമെയിൽസിലും LHും FSHും റോളുണ്ട്. ഇൻ ഫീമെയിൽസ് LH induces ovulation of fully matured follicle and maintain the corpus luteum formed from the remnant of graphene follicle after ovulation. അതായത് നമ്മൾ സ്ത്രീകളിൽ ഓവുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്, എഗ് ഫോർമേഷൻ. അപ്പോൾ ആ എഗ് ഫോർമേഷന് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ല്യൂട്ടിനൈസിങ് ഹോർമോൺ ഇൻ ഫീമെയിൽസ്. അതേപോലെ തന്നെ ഇറ്റ് മെയിൻറ്റെയിൻ ദ കോർപ്പസ് ലൂട്ടിയം ഫോംഡ് ഫ്രം ദ റെമനന്റ് ഓഫ് ഗ്രാഫീൻ ഫോളിക്കിൾ. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫീമെയിൽ സെക്സ് ഹോർമോണായ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും അല്ലേ? അപ്പോൾ ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോശങ്ങളെയാണ് നമ്മൾ ഗ്രാഫീൻ ഫോളിക്കിൾ. അപ്പോൾ ആ ഗ്രാഫീൻ ഫോളിക്കിൾ ഉണ്ടാകുകയും ആ ഗ്രാഫീൻ ഫോളിക്കിളിൽ നിന്ന് ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ഓവുലേഷൻ നടക്കുകയും ഓവ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന പ്രോസസ്സിനെ സഹായിക്കുന്ന LH ആണ്. അതേപോലെ തന്നെ മറ്റൊരു ഫംഗ്ഷൻ കൂടിയുണ്ട്. ഈ കോർപ്പസ് ലൂട്ടിയത്തിനെ നിലനിർത്താൻ ആഫ്റ്റർ ഓവുലേഷൻ കഴിയുമ്പം അത് നിലനിർത്താനും പ്രൊജസ്ട്രോൺ വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത് ഈ LH ആണ്. ഇപ്പം തൽക്കാലം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഇത് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ആ സമയത്ത് നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഓവറിയുടെ സ്ട്രക്ചർ വെച്ച് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. അടുത്ത് FSH ഇൻ ഫീമെയിൽ. FSH എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ FSH സ്റ്റിമുലേറ്റ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഒവേറിയൻ ഫോളിക്കിൾസ് ഇൻ ഫീമെയിൽ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഓവം അല്ലെങ്കിൽ എഗ് അണ്ടം പ്രൊഡ്യൂസ് ചെയ്യുന്ന കോശങ്ങളെയാണ് നമ്മൾ ഒവേറിയൻ ഫോളിക്കിളുകൾ എന്ന് പറയും. അത് ഓവറിക്കകത്താണ്. അപ്പോൾ ഓവറിക്കകത്തെ ഓവൻ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് FSH ഇൻ ഫീമെയിൽ. FSH എന്ന് പറഞ്ഞാൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇനി നമ്മൾ ഇത്രയും ഹോർമോൺസാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്? പാഴ്സ് ഡിസ്റ്റാലിസ് എന്ന് പറയുന്ന ഹോർമോൺസ് അല്ലേ? ഭാഗത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്. ഒന്ന് ഗ്രോത്ത് ഹോർമോൺ, പിന്നെ പ്രോലാക്റ്റിൻ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അഡ്രീനോകോർട്ടിക്കോട്രോഫിക് ഹോർമോൺ, LH ആൻഡ് FSH. പിന്നെ നമ്മൾ അത്രയാണ്. അത് LHും FSHും നമ്മൾ എവിടെയൊക്കെ പഠിച്ചു? മെയിലിൽ എന്താ ചെയ്യുന്നത്, ഫീമെയിൽസിൽ എന്താ ചെയ്യുന്നതെന്നാണ് പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ള പാഴ്സ് ഇൻ്റർമീഡിയ എന്ന് പറയുന്ന ലോബിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് MSH, മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. MSH ഇത് പാഴ്സ് ഇൻ്റർമീഡിയയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണെന്ന് ഓർക്കുക. MSH ആക്ട് ഓൺ മെലാനോസൈറ്റ്സ് ആൻഡ് റെഗുലേറ്റ് ദ പിഗ്മെൻറ്റേഷൻ ഓഫ് ദ സ്കിൻ. നമുക്കറിയാം മെലാനിൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെയാണ് നമ്മൾ മെലാനോസൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. അത് മെലാനിൻ നമുക്കറിയാം, ഇറ്റ് റെഗുലേറ്റ് ദ പിഗ്മെൻറ്റേഷൻ ഓഫ് സ്കിൻ. നമ്മുടെ സ്കിന്നിൻ്റെ പിഗ്മെൻറ്റ്സ് സ്കിന്നിന് കളറ് കൊടുക്കുന്ന സെല്ലുകളാണ് ഈ മെലാനോസൈറ്റ്. അതിലാണ് ഈ മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് കൂടുതലും ഉണ്ടാകുന്നത് എംബ്രിയോണിക് സ്റ്റേജിലാണ് കൂടുതൽ ഈ MSH പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം ഒരു കുഞ്ഞിൻ്റെ കളറ് അല്ലേ, സ്കിന്നിൻ്റെ കളറ് ഡിറ്റർമിൻ ചെയ്യുന്ന സമയമാണ് ആ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് സമയത്ത്. അപ്പോൾ ആ സമയത്ത് MSH കൂടുതലായിട്ട്
പ്രൊഡ്യൂസ് ചെയ്യും. MSH മീൻസ് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. മെലാനോസൈറ്റുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുക ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മെലാനിൻ. ഇനി നമ്മൾ പറഞ്ഞ പോസ്റ്റീരിയർ ലോബിൽ നമ്മൾ പറഞ്ഞു 2 ഹോർമോൺസ് സ്റ്റോർ ചെയ്യുന്നേ ഉള്ളൂ, സെക്രീഷൻ ഒന്നുമില്ല. ഹൈപ്പോതലാമസ് ആണ് അത് സെക്രീറ്റ് ചെയ്യുന്നത് അല്ലേ. ആ ഹോർമോണുകളാണ് ഓക്സിറ്റോസിനും വാസോപ്രസിനും എന്ന് പറയും. അപ്പോൾ ഓക്സിറ്റോസിൻ ആക്ട് ഓൺ ദ സ്മൂത്ത് മസിൽസ് ഓഫ് അവർ ബോഡി ആൻഡ് സ്റ്റിമുലേറ്റ് ദ കൺട്രാക്ഷൻ. ഓക്സിറ്റോസിൻ ആക്ട് ഓൺ ദ സ്മൂത്ത് മസിൽസ്. സ്മൂത്ത് മസിൽസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചാണ് അല്ലേ, ഇൻവോളണ്ടറി മസിൽസ്, പ്രത്യേകിച്ച് യൂട്രൈൻ മസിലുകൾ, യൂട്രസിൻ്റെ മസിൽസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ആൻഡ് സ്റ്റിമുലേറ്റ് ദ കൺട്രാക്ഷൻ, അവയുടെ കൺട്രാക്ഷൻ റിലാക്സേഷനെയൊക്കെ സഹായിക്കുന്ന, കൺട്രാക്ഷനെ പ്രത്യേകിച്ച് കൺട്രാക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. In female, it stimulates a vigorous contraction of uterus at the time of childbirth. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഓക്സിറ്റോസിൻ ഇഞ്ചക്ഷൻ ഡെലിവറി സമയത്ത് സ്ത്രീകൾക്ക് കുത്തിവെക്കാറുണ്ട്. എന്തിനെന്ന് ചോദിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഡെലിവറി എളുപ്പം നടക്കാൻ വേണ്ടി, അതായത് യൂട്രസ് കൺട്രാക്ട് ചെയ്യുമ്പോഴാണ് ചൈൽഡ് ബർത്ത്, കുഞ്ഞിൻ്റെ ജന്മം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ സ്ത്രീ പ്രസവിക്കുന്നത് ഈ യൂട്രസ് കൺട്രാക്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ യൂട്രസ് കൺട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അതേപോലെ തന്നെ മിൽക്ക് ഇജക്ഷൻ ഫ്രം ദ മാമറി ഗ്ലാൻഡ്, കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ കുഞ്ഞിന് മിൽക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സ്റ്റിമുലേഷൻസ് മാമറി ഗ്ലാൻഡിൽ കൊടുക്കുകയും അതുവഴി മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നതും ഓക്സിറ്റോസിൻ. അപ്പോൾ ഫീമെയിൽസിലാണ് ഇത് കൂടുതൽ ഡെലിവറി സമയത്തും മിൽക്ക് പ്രൊഡക്ഷൻ സമയത്തും ഒക്കെ ഇത് കൂടുതലായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അല്ലാതെ തന്നെ നമ്മുടെ സ്മൂത്ത് മസിൽസ്, നമ്മുടെ ബോഡിയിലുള്ള സ്മൂത്ത് മസിൽസിനെയും കൺട്രോൾ ചെയ്യുന്നത് ഇവരാണ്, ഓക്സിറ്റോസിൻ തന്നെയാണ്. അതുപോലെ മറ്റൊരു ഹോർമോൺ നമ്മൾ പറഞ്ഞ ഓക്സിറ്റോസിൻ്റെ കൂടെയുള്ള ഒരു ഹോർമോണാണ് വാസോപ്രസിൻ എന്ന് പറയും. വാസോപ്രസിൻ ആക്ട്സ് മെയിൻലി അറ്റ് ദ കിഡ്നി ആൻഡ് സ്റ്റിമുലേറ്റ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ്സ് ബൈ ദ ഡിസ്റ്റൽ ട്യൂബ്യൂൾസ് ആൻഡ് ദെയർബൈ റെഡ്യൂസസ് ദ ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ. ഇത് നമ്മൾ പഠിച്ചതാണ്, ADH എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ, ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. കഴിഞ്ഞ നമ്മൾ എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ് വാസോപ്രസിൻ അല്ലെങ്കിൽ ADH. അതിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് റീനൽ ട്യൂബ്യൂൾസിൽ നിന്ന് അല്ലെ നെഫ്രോണുകളിൽ നിന്ന് വാട്ടർ റീഅബ്സോർബ് ചെയ്യുക അല്ലേ. അപ്പോൾ വാട്ടർ നമ്മൾ യൂറിനിൽ കൂടെ ഒത്തിരി നഷ്ടപ്പെടുന്നു എന്ന് കണ്ടാൽ ADH പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ, വാട്ടറിനെ തിരിച്ച് ആഗിരണം ചെയ്യുകയും അങ്ങനെ യൂറിനിൽ കൂടെയുള്ള വെള്ളത്തിൻ്റെ നഷ്ടം നികത്തുകയും ചെയ്യും അല്ലേ. അപ്പം ഇറ്റ് റെഡ്യൂസസ് ദ ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ. യൂറിനിൽ കൂടെ യൂറിനിൽ കൂടെ വാട്ടർ നഷ്ടപ്പെടുന്ന അവസ്ഥയെ നമ്മൾ ഡൈയൂറസിസ് എന്നാണ് പറഞ്ഞത്. ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിനെയാണ് നമ്മൾ ഡൈയൂറസിസ്. അത് റെഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ അല്ലെ അത് പ്രിവെൻറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ADH അല്ലെങ്കിൽ വാസോപ്രസിൻ. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ഓർ ADH. An impairment affecting the synthesis or release of ADH result in the diminished ability of the kidney to conserve water, leading to the water loss and dehydration. ഇപ്പോൾ നമ്മുടെ അതിൻ്റെ എന്തെങ്കിലും ADHൻ്റെ പ്രൊഡക്ഷനിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ, ഇമ്പയർമെൻറ്റ് അഫക്റ്റിംഗ് ദ സിന്തസിസ് ഓർ റിലീസ്, അതായത് ഉൽപ്പാദനത്തിനോ നിർമ്മാണത്തിനോ ഒക്കെ എന്തെങ്കിലും ADHൻ്റെ കുറവോ കൂടുതലൊക്കെ വന്നാൽ നമ്മുടെ കിഡ്നിയിൽ വെള്ളത്തിൻ്റെ അബ്സോർപ്ഷനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ADHൻ്റെ ഡെഫിഷ്യൻസി വന്നാൽ, ADH കുറവാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ യൂറിനിൽ കൂടെ വെള്ളം കൂടുതലായിട്ട് നഷ്ടപ്പെടും. അത് എന്തിലേക്ക് ലീഡ് ചെയ്യും? ഇറ്റ് ലീഡ്സ് ടു ഡീഹൈഡ്രേഷൻ. എന്താ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളം അമിതമായിട്ട് നഷ്ടപ്പെടുന്ന അവസ്ഥ. അങ്ങനെ വെള്ളം യൂറിനിൽ കൂടെ കൂടുതൽ നഷ്ടപ്പെടുന്ന ആ അവസ്ഥയെ പറയുന്ന കണ്ടീഷന് പറയുന്ന പേരാണ് ഡയബറ്റിസ് ഇൻസിപ്പീഡസ് എന്ന് പറയുന്നത് അല്ലേ. 2 തരം ഡയബറ്റിസ് നമുക്കറിയാം. ഇവിടെ വെള്ളം നഷ്ടപ്പെടുന്ന ഡയബറ്റിസിനെ പറയുന്നതാണ് ഡയബറ്റിസ് ഇൻസിപ്പീഡസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 2 ഗ്രന്ഥികളാണ് നമ്മളിവിടെ പഠിച്ച ഹൈപ്പോതലാമസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 തരം ഹോർമോൺസ് ആണ്, റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്ററിങ് ഹോർമോൺസ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന 3 ലോബുകൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ടെന്നും ആ 3 ലോബുകളിലും 3 തരത്തിലുള്ള സെറ്റ് ഓഫ് ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും
ഓർത്തിരിക്കുക. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഗ്രോത്ത് ഹോർമോൺ, പ്രോലാക്റ്റിൻ, LH, FSH അല്ലേ, തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ACTH, ഇത്രയും. മിഡിൽ ലോബിൽ നിന്ന് ആകെ ഒരു ഹോർമോണേ ഉള്ളൂ, അതിൻ്റെ പേരാണ് MSH അല്ലെ, മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ലാസ്റ്റ് ലോബ് അല്ലെ പോസ്റ്റീരിയർ ലോബിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഓക്സിറ്റോസിനും വാസോപ്രസിൻ. ഓക്സിറ്റോസിനും വാസോപ്രസിനെ ഒരു പ്രത്യേകത നമ്മൾ ഓർത്തിരുന്നോണം, അവ ശരിക്കും ന്യൂറോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അല്ലേ. അതുകൊണ്ടാണ് അവരെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ന്യൂറോ ഹോർമോൺ. അപ്പം ന്യൂറോ ഹോർമോണിന് ഉദാഹരണം ചോദിച്ചാൽ ഓക്സിറ്റോസിനും വാസോപ്രസിനും ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞത് ADHൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കുക. ഹൈപ്പോതലാമസിൻ്റെ അകത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ ഒരു ഫ്ലോ ചാർട്ടും, അതിനേക്കാട്ടിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെ ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കുക. 3 ലോബായിട്ട് എഴുതുക. ആ 3 ലോബിൽ ആൻറ്റീരിയർ ലോബിനെ നമ്മൾ പാഴ്സ് ഡിസ്റ്റാലസ്, ഇൻ്റർമീഡിയറ്റ് ലോബിനെ പാഴ്സ് ഇൻ്റർമീഡിയ, ലാസ്റ്റ് ലോബിനെ നമ്മൾ പോസ്റ്റീരിയർ ലോബ് അല്ലെങ്കിൽ ന്യൂറോ ഹൈപ്പോഫേസിസ് അല്ലേ, അഡിനോ ഹൈപ്പോഫേസിസ്, ന്യൂറോ ഹൈപ്പോ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് 3ആയിട്ട് തിരിക്കുക. എന്നിട്ട് ഓരോ ഭാഗത്തുനിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്നും പേര് ഫ്ലോ ചാർട്ടായിട്ട് എഴുതി സൂക്ഷിക്കുക. പിന്നെ ഓരോന്നിൻ്റെ ഫങ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഹോർമോൺ പഠിക്കുമ്പോഴും ആ ഹോർമോണിൻ്റെ എല്ലാം ഫങ്ഷൻ കൂടി എഴുതി പഠിക്കുക. ഓക്കെ.